അസ്സലാമു അലൈക്കും. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 13ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1, സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുലഫാ ഉർ റാഷിദുകളാണ്. അവരുടെ പേരുകൾ ശ്രേഷ്ഠതാക്രമത്തിൽ എഴുതുക. ഉത്തരം: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 2, ആരാണ് സ്വഹാബികൾ? ഉത്തരം: ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സ്വഹാബികൾ. അമ്പ്യാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണവർ. 3, സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം? ഉത്തരം: റളിയല്ലാഹു അൻഹു. 4, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനൻ ആരായിരുന്നു? ഉത്തരം: ഉമയ്യത്ത്. 5, എന്തിന്റെ പേരിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പീഡനമേൽക്കേണ്ടി വന്നത്? ഉത്തരം: ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ. 6, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ രക്ഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം: അബൂബക്കർ റളിയല്ലാഹു അൻഹു. 7, സ്വഹാബികളുടെ മഹത്വത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം: എന്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുത്. അല്ലാഹുവാണ് സത്യം. ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ സ്വതക്ക ചെയ്താൽ പോലും അവർ ഒരു മുദ്ദ് സ്വതക്ക ചെയ്തതിന്റെ സ്ഥാനത്തെത്തുകയില്ല. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ പാഠത്തിന്റെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.